ഗാസയിൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ച് ഇസ്രായേൽ. അതിർത്തികളിൽ ഇസ്രായേലിന്റെ പീരങ്കിപ്പടയും കരസേനയും നിരന്നു കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകളുണ്ട്. വ്യോമസേനയ്ക്ക് ഹൈ അലർട്ട് ഇസ്രായേലി പ്രതിരോധ വകുപ്പ് നൽകിയെന്നുള്ള വാർത്തകളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഏത് നിമിഷവും ഗാസയിലേക്ക് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേലിന്റെ സൈനികർക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നു. 2 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാറിന് അന്ത്യമായിരിക്കുന്നു. ഇസ്രായേലി സേന ഗാസയിലേക്ക് കടന്നു കയറി ആക്രമണത്തിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏകപക്ഷീയമായി ബന്ദിമോചനത്തിൽ നിന്ന് ഹമാസ് പിന്മാറിയ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുന്നത് എന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുടെ സമ്പൂർണമായ പിന്തുണയോടുകൂടിയാണ് ഗാസയിൽ ഒരു ഓപ്പറേഷന് വീണ്ടും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. 20ഓളം ബന്ദികളാണ് ഇതുവരെ ഈ 2ാം ഘട്ട ബന്ദിമോചനത്തിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെട്ടത്. ഇനിയും ബന്ദികളെ മോചിപ്പിക്കില്ലെന്നും ശനിയാഴ്ചത്തെ ബന്ദിമോചനം വൈകിപ്പിക്കുമെന്നും കഴിഞ്ഞ മണിക്കൂറിലാണ് ഹമാസ് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ നടത്തുന്ന കരാർ ലംഘനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നതെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത്. ഹമാസിന്റെ നേതാവ് അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടുകൂടി ഹമാസ് ബന്ദിമോചനം ഏകപക്ഷീയമായി അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിച്ചതാണ്. ഏത് നിമിഷവും ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഹമാസ് പോകാം. കാരണം ഹമാസിന് ഈ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാൻ ഒരു താല്പര്യവുമില്ല. ഹമാസിന്റെ പക്കൽ ബന്ദികൾ ഉണ്ടായിരുന്നാൽ മാത്രമേ അവരെ വെച്ച് വിലപേശലും സമ്മർദ്ദതന്ത്രവും നടത്താൻ കഴിയുകയുള്ളൂ. ഇത് ഇസ്രായേലിനും അമേരിക്കയും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബന്ദികളിൽ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ളവർ, സൈനികരായിട്ടുള്ളവരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചത്. കാരണം പരമാവധി ബന്ദിമോചനം തടസ്സപ്പെടുത്താനും അതിനെ റദ്ദാക്കാനുമുള്ള നീക്കങ്ങളായിരിക്കും ഹമാസിന്റെ പക്കൽ നിന്ന് ഉണ്ടാവുകയെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതേസമയം ഗാസയിൽ ഹമാസിന്റെ ഒളികേന്ദ്രങ്ങൾ, ഹമാസ് ഒളിച്ചിരുന്ന മാളങ്ങൾ, എവിടെ നിന്നാണ് ഹമാസ് ഭീകരന്മാർ ഗാസ സ്ട്രിപ്പിലേക്ക് വീണ്ടും വന്നത്, എവിടെ നിന്നാണ് ബന്ദികളെ ഹമാസ് ഇപ്പോൾ ഗാസയിലേക്ക് കൊണ്ടുവന്നത്, ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ ഇസ്രായേലി സേന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദിന്റെ രഹസ്യ ചാരന്മാർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബന്ദിമോചനം ഹമാസ് അട്ടിമറിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ചത് തന്നെയാണ്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ഒരു ആക്രമണത്തിനായിരിക്കും ഇസ്രായേൽ തയ്യാറെടുക്കുക. ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഹമാസ് ഏകപക്ഷീയമായി ബന്ദിമോചനം നിർത്തിയതിന് പിന്നിൽ, വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഒരു ആക്രമണത്തിന് കൂടി അവർ തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഇസ്രായേലിലേക്ക് നടത്തിയ ഒരു ക്രൂരമായ ആ ചാവേർ ആക്രമണം, അതിന് സമാനമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്താനുള്ള നീക്കം ഹമാസ് നടത്തുന്നു. അതിന് ഇറാന്റെ പിന്തുണ ഹമാസിനുണ്ട് എന്നുള്ള ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ മൊസാദ് ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് തന്നെ കൈമാറിയിരിക്കുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അതിർത്തിയിൽ, ഗാസ അതിർത്തിയിൽ അതിവിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത്. ഒരിക്കൽ കൂടി ഒക്ടോബർ 7 ആവർത്തിക്കാൻ പാടില്ല. ഇതാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ്, സുരക്ഷാ വിന്യാസങ്ങളാണ് ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൻതോതിലുള്ള പീരങ്കിപ്പട, കവചിത ടാങ്കുകളൊക്കെ തന്നെ അതിർത്തികളിൽ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. എയർഫോഴ്സിന് ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കരസേന ഇപ്പോൾ കൂടുതൽ ബറ്റാലിയനുകൾ, കൂടുതൽ ട്രൂപ്പുകൾ ഇപ്പോൾ ഗാസ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അടുത്ത ഒരു യുദ്ധത്തോടു കൂടി ഹമാസ് അവസാനിക്കണം. ഇനി ഹമാസിന്റെ ഒരു ജീവൻ പോലും ഗാസയിൽ അവശേഷിക്കരുത്. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹമാസിനെതിരെയുള്ള യുദ്ധത്തോടു കൂടി തന്നെ ഗാസയെ പൂർണ്ണമായും ഒഴിപ്പിക്കണം. അടുത്ത യുദ്ധം ഗാസയെ സ്വതന്ത്രമാക്കാനുള്ള യുദ്ധമാണ്. ഗാസയെ മരുഭൂമിക്ക് തുല്യമാക്കാനുള്ള യുദ്ധമാണ്. ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസവും ട്രംപ് നടത്തിയിരുന്നു. ഗാസ ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പലതവണ വ്യക്തമാക്കിയതാണ്. അതിനെതിരെ ജോർദാനും ഈജിപ്തുമൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുമ്പോഴും അവരുടെയൊക്കെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കഴിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചാൽ ജോർദാനും ഈജിപ്തിനുമൊക്കെ അമേരിക്ക നൽകുന്ന മാനുഷിക സഹായങ്ങൾ പോലും നിർത്തലാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്.
അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ ഇത്തരമൊരു സാഹചര്യത്തിൽ പിണക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറാകില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഗാസയിൽ നിന്ന് പാലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരു കൂട്ടായ സ്വരം ആരും തന്നെ പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസങ്ങളിൽ ഈജിപ്തിൽ അറബ് രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് ഈജിപ്റ്റ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഗാസ വിഷയത്തിൽ ഒരു ഇടപെടലിന് ഒരിക്കലും അറബ് രാജ്യങ്ങൾ കൂട്ടായി നിൽക്കില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തിനേറെ പറയുന്നു, ഇറാൻ പോലും ഇപ്പോഴും ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. ആകെ പ്രതികരണം നടത്തിയത് ഈജിപ്റ്റ് മാത്രമാണ്. ഈജിപ്തിൻ്റെ LCC മാത്രമാണ് ഇക്കാര്യത്തിലൊരു നീക്കം നടത്തിയത്. അതിന് പിന്നാലെ തന്നെ ഈജിപ്തിനെതിരെ സൈനിക നടപടിക്ക് ഇസ്രായേലും അമേരിക്കയും ഒന്നിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു. ഇതോടുകൂടി ഗാസ സ്ട്രിപ്പിലേക്ക് ഈജിപ്തിൻ്റെ അതിർത്തികളിൽ ഈജിപ്റ്റ് ടാങ്കുകളും അതുപോലെ പീരങ്കിപ്പടയും നിരത്തി കഴിഞ്ഞിരിക്കുന്നു. എങ്ങും പശ്ചിമേഷ്യയിൽ എങ്ങും ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ഇപ്പോൾ ഇതാ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. ബന്ദിമോചനം വൈകുമെന്നുള്ള ഹമാസിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഹമാസിനെതിരെയുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയുമുണ്ട്. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണമായിരിക്കും ഗാസയിലെ ഹമാസിനെതിരെ ഇനി ഉണ്ടാവുക എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. ഗാസ സ്ട്രിപ്പിലേക്ക് കൂടുതൽ സൈന്യത്തെ അമേരിക്ക അയക്കുന്നുണ്ട്. അമേരിക്കയുടെ കൂടുതൽ സൈനിക വിന്യാസം ആ മേഖലകളിലേക്ക് നടക്കുന്നു. ആദ്യ വെടി ആര് പൊട്ടിക്കുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ സർവ്വ സൈന്യത്തെയും വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. വളരെ കരുതലോടുകൂടി സ്ഥിതിവിശേഷം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. ഇനി ഒരു മുന്നറിയിപ്പുണ്ടാകില്ല. ഇത് അവസാനത്തെ ശാസനയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ ബന്ദികൾ മോചിപ്പിക്കപ്പെടണം. ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ പിന്നെ ഗാസ നരകമായി മാറും. ഹമാസ് ആ നരകയാതന അനുഭവിക്കും. ഇത് മുൻപൊരിക്കൽ ട്രംപ് പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ബന്ദിമോചനത്തിന് ഹമാസ് പച്ചക്കൊട്ടി കാട്ടിയത്. ഇപ്പോൾ ഹമാസ് ഏകപക്ഷീയമായി ബന്ദിമോചനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇടനിലക്കാരായ ഖത്തറും ഈജിപ്തുമൊക്കെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. എന്ത് നിലപാടെടുക്കണമെന്നത് സംബന്ധിച്ചൊരു വ്യക്തതയുമില്ല. ഈ ഒരു ഘട്ടത്തിൽ ഹമാസ് കാലുവാരിയാൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക ഈജിപ്തും ഖത്തറുമാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക പോംവഴി. അതേസമയം ഹമാസ് ബന്ദിമോചനത്തിൽ നിന്ന് പിന്മാറണമെന്നും ആ സമയത്ത് തന്നെ വെടിനിർത്തൽ കരാർ ഇല്ലാതാകുമെന്നും തൊട്ടടുത്ത നിമിഷം മുതൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ യുദ്ധം നടത്താമെന്നുമുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും.